ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ചെറുപ്പം മുതലേയുള്ള സാഹചര്യം എന്ന് പറയുന്നത് ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടുകാരായിരുന്നു എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് ചെറുപ്പം മുതലേ എൻ്റെ അമ്മയെ നോക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ വീട് വിറ്റ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പണ്ടുള്ളവർ വീടൊക്കെ വിറ്റാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മ വീട് വിറ്റിട്ടായിരുന്നു ഞാൻ ജീവിക്കുന്നുണ്ടായിരുന്ന വീട് വിറ്റിട്ടായിരുന്നു എൻ്റെ വീട് പോലും കെട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു കുഞ്ഞു വീടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 18 വയസ്സാവുമ്പോൾ തന്നെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചാണ്. എൻ്റെ കൂട്ടുകാരികൾ എല്ലാവരും പറയും നിന്നെ കാണാൻ ഒടുക്കത്ത് ഭംഗിയാണെന്ന്. കാരണം എനിക്ക് ആദ്യം തന്നെ അവർ പറയുമ്പോൾ വലിയ ഇതൊന്നും തോന്നിയില്ലെങ്കിൽ ചില ആൺകുട്ടികൾ നോട്ടൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കാരണങ്ങളും അവരുടെ നോട്ടവും അവരെൻ്റെ അടുത്ത് വരുന്നതും അവരെനിക്ക് നമ്പർ തരുന്നതും ഒക്കെ തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് നമ്മുടെ ആൺകുട്ടികൾ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതേപോലെ അന്ന് എനിക്ക് കുറേ ആൾക്കാരെ നമ്പറും ഒക്കെ തന്നെ തന്നു. എനിക്ക് ഇതിലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലെ സാഹചര്യം കാരണം എനിക്ക് ഫോൺ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു കൊറോണയുടെ ടൈം പഠിക്കാൻ വേണ്ടി ഫോൺ എല്ലാവർക്കും കൊടുത്തില്ലേ, ആ ടൈം ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ ഫോണൊക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം എന്നുള്ളത് വേണ്ട, പഠിച്ച് എൻ്റെ അമ്മയെ ഒന്ന് നല്ല രീതിയിൽ നോക്കണം എന്നുള്ള കാര്യം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു പഠിക്കാമെന്ന്. പക്ഷേ വേറെ സാഹചര്യത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒട്ടും കഴിയാതെ ആയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു എന്തായാലും നീ കല്യാണം കഴിക്കണം വേറെ. അങ്ങനെ ഞാൻ ആദ്യം തന്നെ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായ ഒരു പയ്യൻ, അതായത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, ഭംഗിയേക്കാൾ എനിക്ക് അട്രാക്ഷൻ തോന്നിയത് ആ വലിയ കോടീശ്വരനായിരുന്നു. അപ്പം തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ വേറൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ കല്യാണം സമ്മതിക്കും, അതായത് ഈ ക്യാഷുകാരൻ്റെ കല്യാണത്തിന് ഞാൻ സമ്മതമാണ് എന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പം തന്നെ അമ്മയ്ക്കും സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ അമ്മ ആഗ്രഹിച്ചതിൻ്റെ 10 ഇരട്ടിയാണ് മോക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം. അമ്മ വിചാരിച്ചു എനിക്ക് നല്ല സൗന്ദര്യമുള്ളത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഇവർക്ക് ഒരു ക്യാഷ് ഇല്ലെങ്കിൽ കല്യാണേ കഴിക്കില്ലെങ്കിൽ സാരമില്ല, അതായത് കല്യാണം ക്യാഷ് ഇല്ലാത്ത സ്ഥിതിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവൻ പറഞ്ഞു എന്നാലും പ്രശ്നമില്ല, എനിക്ക് ഇവളെ തന്നെ മതി. അങ്ങനെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. എൻ്റെ എല്ലാ ചെലവും അവനായിരുന്നു. ഒരു പാവം പോലും എൻ്റെ അമ്മക്ക് കൊടുക്കാനും ഗതി ഉണ്ടായിരുന്നില്ല, എനിക്ക് തരാനും ഗതി ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ഇതൊക്കെ സ്വപ്നം കണ്ടു. അതായത് അവൻ മംഗലാപുരത്തായിരുന്നു അവൻ്റെ പണി എന്ന് പറയുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മംഗലാപുരം എന്ന് പറയുന്നത് കുറച്ചടുത്ത് അങ്ങാടെ പോലെയായിരുന്നു. പക്ഷെ എനിക്കെന്ന് പറയുന്നത് അത് വേറെ എവിടേക്കോ പോലെയായിരുന്നു. മംഗലാപുരമൊക്കെ പണിയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൂടെ മംഗലാപുരമൊക്കെ പോവാം, നല്ല ക്യാഷും ഉണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാനൊരു വീട്ടമ്മയായി മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ അമ്മയുടെ കടങ്ങളും എൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയ വീടും ഒക്കെ തന്നെ എൻ്റെ ഏട്ടൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനും എൻ്റെ ഏട്ടനും എൻ്റെ അമ്മയും ഒരു 2 നിലയുള്ള നല്ലൊരു വീട്ടിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ വേറെന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് വീട് മാറേണ്ടി വന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കളായിരുന്നു. അപ്പം അമ്മയും അനിയത്തി മാത്രമായിരുന്നു എൻ്റെ 2 നില വീട്ടിൽ. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആ വീട് മാറേണ്ടി വന്നു. കാരണം എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയായി. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ട പോലെ മാസം 1 ലക്ഷം വരെ നാട്ടിലേക്ക് അയച്ചു തരും. അങ്ങനെ ഞാനൊരു 4 മാസത്തോളം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ നോക്കി നടപ്പായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവ് വിചാരിച്ച പോലെ ആ അമ്മ ആ വീട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ എല്ലാ വീടും ആ വീടൊക്കെ നല്ല രീതിയിൽ. പക്ഷെ എൻ്റെ ഭർത്താവിനെ പറയുന്നത് ഭർത്താവിൻ്റെ അമ്മക്ക് ഭർത്താവ് ഒറ്റൊരു മകനായിരുന്നു. ഭർത്താവിൻ്റെ അച്ഛനെന്ന് പറയുന്നത് വലിയ കോടീശ്വരനായിരുന്നു. അച്ഛനിൽ നിന്നും കിട്ടിയതാണ് എൻ്റെ ഭർത്താവിന്, എൻ്റെ ഏട്ടന്. അങ്ങനെ ഭർത്താവിൻ്റെ അമ്മയെ ഞാൻ നോക്കി. പക്ഷെ പിന്നെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീൽ ചെയറിലായ അമ്മ ഇനി ഒരിക്കലും ഒരു എഴുന്നേൽപ്പ് ഉണ്ടായില്ല, അതായത് പെർമനന്റ് ആയിട്ട് ആ അമ്മ വീൽ ചെയറിലായിരിക്കുമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. പക്ഷെ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ നോക്കും എൻ്റെ അമ്മയെ. സ്വന്തം അമ്മയല്ല, ഭർത്താവിൻ്റെ അമ്മ. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ പോലെയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. പിന്നീട് എനിക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ്
ഈ അമ്മക്ക് കഴിയാത്തപ്പോൾ 2 മാസം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ 2 മാസവും ഞാനും ഭർത്താവും കൂടെ ഒക്കെ നല്ല സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തൃപ്തി തരുന്ന രീതിയിലായിരുന്നു എൻ്റെ ഭർത്താവ് എന്നെ ഓരോ രാത്രിയും കിടത്തുറക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആ ഭർത്താവ് ഒരു ജോലീൻ്റെ കാര്യത്തിൽ തിരക്ക് പിടിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഏട്ടനെ കാണാൻ പറ്റാത്ത രീതിയായി. അതായത് എനിക്കൊട്ടും തൃപ്തിയല്ല, ഒന്നും കൊണ്ടും തൃപ്തി കിട്ടുന്നില്ല. പിന്നെയായിരുന്നു എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനും ഇതേ സംഭവമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തൃപ്തി കിട്ടുന്നില്ല. കാരണം എൻ്റെ അമ്മ പോയല്ലോ, പോയിന്നല്ല, കാക്ക് സുഖമില്ലാത്തപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും ഇതേ ഒരു പ്രശ്നത്തിലായിരുന്നു ഉള്ളത്. അതായത് എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നെയായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും കൂടെ വേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് ഇത് കിട്ടിയ ഒരാൾക്ക് ഇത് കിട്ടാതിരിക്കുമ്പോൾ ഒരു വേറെ തന്നെ ഫീലാണ്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും മാത്രമായി. ഭർത്താവിൻ്റെ അച്ഛനും ഭർത്താവിൻ്റെ അമ്മയും. അമ്മയാണെങ്കിൽ ഒരു സന്ധ്യ ആവണ്ട ഒരു 7 മണിയാകുമ്പോഴേക്കും അമ്മ കിടന്നുറങ്ങും. നല്ല ഉറക്കമായിരുന്നു. പിറ്റേ ദിവസം 6 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. ഞാനാണെങ്കിൽ ഉറങ്ങാൻ ഒരു 10-11 മണിയാവും. അപ്പം തന്നെ എനിക്ക് ഉറക്കമില്ല. പക്ഷെ എൻ്റെ അച്ഛനും മനസ്സിലായി, എനിക്കും എൻ്റെ അച്ഛൻ്റെ സാഹചര്യം മനസ്സിലായി. അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ വിചാരിച്ചു, എന്തുകൊണ്ട് എന്നാൽ ഇവളെ അതായത് എനിക്ക് വേണ്ടത് അച്ഛൻ ചെയ്തു തരും, അച്ഛന് വേണ്ടത് ഞാനും ചെയ്തു കൊടുത്താൽ നമ്മൾ രണ്ടുപേരുടെയും പ്രശ്നം തീർന്നു. കാരണം എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, അച്ഛൻ എന്നെ ഇഷ്ടമാണ്. കാരണം അച്ഛനെന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു പൈസ ഉള്ളത് കൊണ്ട് തന്നെ അച്ഛൻ്റെ വയസ്സ് കാണിക്കത്തില്ല. മമ്മൂക്കേനെയും കാട്ടിയും ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, എന്തിനു ഞാൻ ഈ ടെൻഷൻ അടിക്കണം. എൻ്റെ ഏട്ടന് എന്നെ നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു. പക്ഷേ ഏട്ടൻ്റെ സാഹചര്യം കാരണമാണ് എനിക്കിപ്പോൾ ഏട്ടനോട് പുൽമാലാക്കാൻ, അതായത് വഴക്കിടാൻ പറ്റത്തില്ലല്ലോ. കാരണം ഏട്ടൻ എനിക്ക് മാസം അയച്ചു തരുന്നത് ക്യാഷാണ്. എനിക്ക് അതിനോടാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. പിന്നീടാണ് എനിക്ക് ഇതിനോട് ആഗ്രഹം. അപ്പോൾ നമ്മൾ രണ്ടുപേരും, അച്ഛനും എൻ്റെ കാര്യം മനസ്സിലായി, എനിക്കും അച്ഛൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒക്കെ നിന്ന് ഇത് തീർക്കുന്നതല്ല അതിൻ്റെ ഒരു ബുദ്ധി. അങ്ങനെ പക്ഷേ എനിക്കൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് അച്ഛനോട് ഈ കാര്യം അങ്ങോട്ട് പോയി പറയാൻ വലിയ നാണിക്കടായിരുന്നു. അച്ഛൻ തന്നെ വന്ന് ഇങ്ങോട്ട് പറയണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരു ദിവസം അമ്മ പതിവ് പോലെ 7 മണിക്ക് ഉറങ്ങാറായി. ഞാൻ അങ്ങനെ കിച്ചണിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ TV നോക്കുന്നത്. പെട്ടെന്നായിരുന്നു അച്ഛന് വെള്ളം വേണമെന്ന് പറഞ്ഞ് അടുക്കളയിലോട്ടേക്ക് വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ പോയില്ലേ, മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു, ചെറുതായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പണിയുടെ കാര്യത്തിലല്ലേ. അപ്പൊ പറഞ്ഞു, അതേ അവസ്ഥയാണ് മോളെ എനിക്കും. അമ്മക്ക് ഇങ്ങനെ ആയത് എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, എനിക്ക് അറിയാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് വെള്ളവും എടുത്ത് കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് നല്ല മഴയായിരുന്നു. പെട്ടെന്ന് ഞാൻ റൂമിൽ കയറി ഫോൺ നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് പെട്ടെന്ന് TV ഓഫ് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു, അച്ഛൻ ഇനി ഈ സമയത്ത് TV ഓഫ് ചെയ്യേണ്ടതല്ലോ, ഇനി പുറത്ത് നല്ല മഴയോ ഇടിയോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അച്ഛൻ എൻ്റെ റൂമിലുള്ള സോഫയിൽ വന്നിരുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ഫോണൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ അവിടെ സോഫയിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ച് സൗണ്ട് ആക്കുമ്പോൾ അച്ഛൻ എഴുന്നേറ്റു. സൗണ്ട് ആക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ്റെ ആഗ്രഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതേ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നടന്നത് ഒരു യുദ്ധമായിരുന്നു, ഒരു യുദ്ധക്കള. അതായത് 2 മാസം രണ്ടുപേരും ആഗ്രഹിച്ച് തീർന്ന ഒരു പൂര വെടിക്കെട്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. നിങ്ങൾ വിചാരിച്ച ഒരു ഉഗ്രം കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കോൾ വേണമെന്നുണ്ടെങ്കിൽ 500 രൂപ പേ ചെയ്ത് എനിക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക. ഇല്ലെങ്കിൽ മെമ്പർഷിപ്പിൽ പച്ചക്ക് ഞാൻ കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.